PSC ട്രെയിനർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് പശ്ചിമ ബംഗാളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പ്രാചീന കാലത്ത് വംഗദേശമെന്നും ഗൗഡദേശമെന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് വംഗദേശമെന്നും ഗൗഡദേശമെന്നും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. GST രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. GST രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നെല്ല്, ചണം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നെല്ല്, ചണം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1757 ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്ന പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 1757 ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്ന പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നവോത്ഥാന നായകന്മാർ ജനിച്ച സംസ്ഥാനമാണ്. സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നവോത്ഥാന നായകന്മാർ ജനിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ മഠം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനമായ ബേലൂർ മഠം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ സംസ്ഥാനമാണ്. ആദ്യമായി ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ആദ്യമായി ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം സാൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്തയിലാണ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈഡൻ ഗാർഡന് കൊൽക്കത്തയിലാണ്. പശ്ചിമ ബംഗാളിലെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഈഡൻ ഗാർഡൻ കൊൽക്കത്ത. കൊൽക്കത്തയെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഹൂഗ്ലി നദീതീരം. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഹൂഗ്ലി നദീതീരം. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണമാണ് കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണമാണ് കൊൽക്കത്ത. ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. 1835 ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദിയായ നഗരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരമാണ് കൊൽക്കത്ത. സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്തയാണ്. സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. ഡംഡം വിമാനത്താവളം എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയാണ് ഡംഡം വിമാനത്താവളം എന്നറിയപ്പെട്ടിരുന്നത്. 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായ നഗരമാണ് കൊൽക്കത്ത. 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരമാണ് കൊൽക്കത്ത. ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നിവയുടെ ആസ്ഥാനമാണ് കൊൽക്കത്ത. ഈസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നിവയുടെ ആസ്ഥാനമാണ് കൊൽക്കത്ത. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് കൊൽക്കത്ത. INCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് കൊൽക്കത്ത. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വന്ന് 1774 കൊൽക്കത്തയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വന്നത് 1774 കൊൽക്കത്തയിലാണ്.
ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയാണ്. 1901. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം കൊൽക്കത്തയാണ്. 1901. ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ എന്നീ സംഘടനകൾ രൂപം കൊണ്ട നഗരമാണ് കൊൽക്കത്ത. ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ എന്നീ സംഘടനകൾ രൂപം കൊണ്ട നഗരമാണ് കൊൽക്കത്ത. 1950 മദർ തെരേസ രൂപം കൊടുത്ത മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. 1950 മദർ തെരേസ രൂപം കൊടുത്ത മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ച് 1780 ജനുവരി 29-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1780 ജനുവരി 29-നാണ്. കൊൽക്കത്തയുടെ പഴയ പേരാണ് കാളിഘട്ട്. കൊൽക്കത്തയുടെ പഴയ പേരാണ് കാളിഘട്ട്. കൽക്കട്ട എന്ന നാമം കൊൽക്കത്ത എന്ന ആയ വർഷമാണ് 2001. കൽക്കട്ട എന്ന നാമം കൊൽക്കത്ത എന്നാക്കിയ വർഷമാണ് 2001. അടുത്ത നമ്മൾ കൊൽക്കത്തയുടെ വിശേഷണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കൊട്ടാരങ്ങളുടെ നഗരം, സിറ്റി ഓഫ് ജോയ്, ശാസ്ത്ര നഗരം, നോബൽ നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്യം എന്നീ വിശേഷണങ്ങളുള്ള സ്ഥലമാണ് കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം, സിറ്റി ഓഫ് ജോയ്, ശാസ്ത്ര നഗരം, നോബൽ നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്യം എന്നറിയപ്പെടുന്ന നഗരം എന്നീ വിശേഷണങ്ങളുള്ള സ്ഥലമാണ് കൊൽക്കത്ത. അടുത്ത നമ്മൾ ദാമോദർ വാലി പ്രോജക്റ്റിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ദാമോദർ വാലി പ്രോജക്റ്റ്. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ വാലി പദ്ധതി നിലവിൽ വന്ന വർഷം 1948 ജൂലൈ 7-നാണ്. അടുത്ത ഇന്ത്യയിൽ ആദ്യം കൊൽക്കത്തയിൽ നടന്ന സംഭവങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യ ശാസ്ത്ര കോൺഗ്രസ് 1914 വേദിയായ നഗരമാണ് കൊൽക്കത്ത. ആദ്യത്തെ ശാസ്ത്ര കോൺഗ്രസ് 1914 വേദിയായ നഗരമാണ് കൊൽക്കത്ത. പാരിസ്ഥിതിക ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ഹൈക്കോടതി കൊൽക്കത്തയിലാണ്. പാരിസ്ഥിതിക ബെഞ്ച് ഗ്രീൻ ബെഞ്ച് എന്ന് പറയും. ഗ്രീൻ ബെഞ്ച് സ്ഥാപിക്കപ്പെട്ട ഹൈക്കോടതിയാണ് കൊൽക്കത്ത. ആധുനിക രീതിയിലുള്ള സർവകലാശാല ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത. ആധുനിക രീതിയിലുള്ള സർവകലാശാല ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത. ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ടെസ്റ്റ് ട്യൂബ് ശിശുവായ ദുർഗ ജനിച്ച നഗരമാണ് കൊൽക്കത്ത. ടെസ്റ്റ് ട്യൂബ് ശിശുവായ ദുർഗ ജനിച്ച നഗരമാണ് കൊൽക്കത്ത. ഹോമിയോ കോളേജ് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഹോമിയോ കോളേജ് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. മെട്രോ റെയിൽവേ 1984 നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. മെട്രോ റെയിൽവേ 1984 നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ടെലഫോൺ സർവീസ് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ടെലഫോൺ സർവീസ് നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ഓട്ടിസ് ആണ്. ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. വിരൽ അടയാള ബ്യൂറോ ആരംഭിച്ച നഗരം കൊൽക്കത്തയാണ്. വിരൽ അടയാള ബ്യൂറോ ആരംഭിച്ച നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത നഗരമാണ് കൊൽക്കത്ത. ആദ്യത്തെ ടെലഗ്രാഫ് ലൈന് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ആദ്യത്തെ ടെലഗ്രാഫ് ലൈന് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ആദ്യത്തെ ചണമില്ല് റിഷ്റയാണ്. പശ്ചിമബംഗാളിലെ റിഷ്റയാണ് ആദ്യത്തെ ചണമില്ല്. ആധുനിക രീതിയിലുള്ള പേപ്പർ മില്ലാണ് സെറാംപൂർ. ആധുനിക രീതിയിലുള്ള പേപ്പർ മില്ല് നിലവിൽ വന്ന സെറാംപൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT ആണ് ഖരഗ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ IIT ആണ് ഖരഗ്പൂർ. അടുത്തത് കൊൽക്കത്തയും ഹൗറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് രബീന്ദ്ര സേതു പാലം, അല്ലെങ്കിൽ ഹൗറ പാലം എന്നറിയപ്പെടുന്ന പാലമാണ് കൊൽക്കത്തയും ഹൗറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, രബീന്ദ്ര സേതു പാലം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് ഹൗറ പാലം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് ഹൗറ പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ പാലം.
ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഗംഗാ നദി. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഗംഗാ നദി. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഹാൽഡിയ. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഹാൽഡിയ. ദേശീയ ഗീതം 1896, ദേശീയ ഗാനം 1911 എന്നിവ ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. ദേശീയ ഗീതം 1896 ദേശീയ ഗാനം 1911 എന്നിവ ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. കൊൽക്കത്ത ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കൊൽക്കത്ത ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയമാണ് ബിർള പ്ലാനറ്റോറിയം. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയമാണ് ബിർള പ്ലാനറ്റോറിയം. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയമാണ് ബിർള പ്ലാനറ്റോറിയം. വിക്ടോറിയ മെമ്മോറിയൽ രൂപകൽപ്പന ചെയ്ത വില്യം എമേഴ്സൺ ആണ്. വിക്ടോറിയ മെമ്മോറിയൽ രൂപകൽപ്പന ചെയ്തത് വില്യം എമേഴ്സൺ ആണ്. വിക്ടോറിയ മെമ്മോറിയൽ രൂപകൽപ്പന ചെയ്തത് വില്യം എമേഴ്സൺ. ടാഗോറിൻ്റെ കുടുംബ വസതിയാണ് ജനസംഘോ ഭവൻ. ടാഗോറിൻ്റെ കുടുംബ വസതിയാണ് ജനസംഘോ ഭവൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി കൊൽക്കത്ത. ദേശീയ ഉദ്യാനങ്ങളാണ് സിംഗാലിയ ദേശീയോദ്യാനം, ജൽദപ്പാറ ദേശീയോദ്യാനം, ബുക്സ, സുന്ദർബൻസ്, നിയോറ വാലി. പശ്ചിമബംഗാളിലെ കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് അശുതോഷ് മുഖർജി. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള വ്യക്തിയാണ് അശുതോഷ് മുഖർജി. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള കായിക താരമാണ് സൗരവ് ഗാംഗുലി. ബംഗാൾ ടൈഗർ എന്ന വിശേഷണമുള്ള കായിക താരമാണ് സൗരവ് ഗാംഗുലി. ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഇത് കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തു വെക്കണം. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബാണ് റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബ്. യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ ഗോൾഫ് ക്ലബ്ബാണ് റോയൽ കൊൽക്കത്ത ഗോൾഫ് ക്ലബ്ബ്. ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് 1905. കട്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 കട്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വ്യക്തിയാണ് 1911 ഹർദിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വ്യക്തിയാണ് 1911 ഹർദിഞ്ച് സെക്കൻഡ്. റെയർ ഫാക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പശ്ചിമബംഗാളിനെ കുറിച്ച് പഠിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ച സുഖറാം. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതി ബസു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. സുഖറാം കേന്ദ്ര ടെലികോം മന്ത്രിയും ജ്യോതി ബസു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമാണ്. 1995 ജൂലൈ 31 ടെലിഫോണിൽ ഇവർ രണ്ടുമാണ് സംസാരിച്ചത്. പശ്ചിമബംഗാളിൻ്റെ ഭരണസിരാ കേന്ദ്രം അറിയപ്പെടുന്ന റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നാണ്. പശ്ചിമബംഗാളിൻ്റെ ഭരണസിരാ കേന്ദ്രം അറിയപ്പെടുന്ന റൈറ്റേഴ്സ് ബിൽഡിംഗ് ആണ്. കൊൽക്കത്തയിലെ പ്രധാന സ്ഥാപനങ്ങളാണ് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊൽക്കത്തയിലെ പ്രധാന സ്ഥാപനങ്ങൾ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഗ്ലാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, രാമകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ്, സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്, സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി, ആന്ത്രപ്പോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. പശ്ചിമ ബംഗാളിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ബംഗാളിയാണ്. പശ്ചിമ ബംഗാളിൻ്റെ ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്.
പശ്ചിമ ബംഗാൾ സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് രബീന്ദ്ര പുരസ്കാരം. പശ്ചിമ ബംഗാൾ സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് രബീന്ദ്ര പുരസ്കാരം. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാന ഉത്സവമാണ് ദുർഗാപൂജ. പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ദുർഗാപൂജ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ചത് ബംഗാളിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ചത് ബംഗാളിലാണ്. കും മൊണാസ്റ്റിറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കും മൊണാസ്റ്റിറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ നദി. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിക്കനിയാണ് റാണിഗഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിക്കനിയാണ് റാണിഗഞ്ച്. പശ്ചിമ ബംഗാളിലെ ഒരേ ഒരു ബയോസ്ഫിയർ റിസർവാണ് സുന്ദർബൻസ്. പശ്ചിമ ബംഗാളിലെ ഒരേ ഒരു ബയോസ്ഫിയർ റിസർവാണ് സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർബൻസ്. ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലാണ് സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിലാണ് സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്കാണ് ബംഗാൾ ബാങ്ക്. ഇന്ത്യയിൽ ചെക്ക് സമ്പ്രദായം ഏർപ്പെടുത്തിയ ബാങ്കാണ് ബംഗാൾ ബാങ്ക്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് സ്ഥാപിച്ച GPO ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജനറൽ പോസ്റ്റ് ഓഫീസ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് സ്ഥാപിച്ച GPO ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജനറൽ പോസ്റ്റ് ഓഫീസ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. പശ്ചിമ ബംഗാളിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ആചാര്യ ജഗദീഷ് ചന്ദ്ര ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് മുർഷിദാബാദിലാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിതമായത് മുർഷിദാബാദാണ്. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെയും ഉത്തർപ്രദേശിലെ അലഹബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ജലപാത 1. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെയും ഉത്തർപ്രദേശിലെ അലഹബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ജലപാത 1. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ഭാഷാപത്രമായ സമാചർ ദർപ്പൺ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭാഷയാണ് ബംഗാളി. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ഭാഷാപത്രമായ സമാചാർ ദർപ്പൺ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭാഷയാണ് ബംഗാളി. പശ്ചിമ ബംഗാളിലെ പ്രധാന നദികളാണ് ഗംഗ, ദാമോദർ, ഹൂഗ്ലി, മയൂരാക്ഷി. പശ്ചിമ ബംഗാളിലെ പ്രധാന നദികളാണ് ഗംഗ, ദാമോദർ, ഹൂഗ്ലി, മയൂരാക്ഷി. ഹൂഗ്ലി നദിയുടെ പോഷക നദിയായ മയൂരാക്ഷി നദിയിൽ നിർമ്മിച്ച ജലസേചന പദ്ധതിയാണ് മയൂരാക്ഷി പദ്ധതി. ഹൂഗ്ലി നദിയുടെ പോഷക നദിയായ മയൂരാക്ഷി നദിയിൽ നിർമ്മിച്ച ജലസേചന പദ്ധതിയാണ് മയൂരാക്ഷി പദ്ധതി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പശ്ചിമ ബംഗാൾ സ്ഥലങ്ങളാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പശ്ചിമ ബംഗാൾ സ്ഥലങ്ങളാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. പശ്ചിമ ബംഗാളിലെ പ്രധാന ടൈഗർ റിസർവാണ് ബുക്സ, സുന്ദർബൻസ്. പശ്ചിമ ബംഗാളിലെ പ്രധാന ടൈഗർ റിസർവുകളാണ് ബുക്സ, സുന്ദർബൻസ്. ഇനി പ്രധാന വ്യക്തികളാണ് പശ്ചിമ ബംഗാളിലെ. വിവേകാനന്ദനാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വിവേകാനന്ദൻ. രാജാറാം മോഹൻ റോയ് സാമൂഹ്യ പരിഷ്കർത്താവാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ രചയിതാവായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പശ്ചിമ ബംഗാളിൽ ജനിച്ചാണ്. സത്യേന്ദ്രനാഥ ബോസ് ഇന്ത്യൻ ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവായ സത്യേന്ദ്രനാഥ ബോസ്. PC മെഹ്ലനോബിസ് ഭാരതീയ സ്ഥിതിവിവരശാസ്ത്രത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായ PC മെഹ്ലനോബിസ്. അമർത്യ സെൻ നോബൽ സമ്മാന ജേതാവ് 1998 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ. ദേവേന്ദ്രനാഥ ടാഗോർ ബംഗാളി സാഹിത്യകാരൻ, ബ്രഹ്മസമാജ പ്രവർത്തകൻ, തത്വബോധിനി സഭയുടെ സ്ഥാപകനൊക്കെയായ ദേവേന്ദ്രനാഥ ടാഗോർ.
WC ബാനർജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ജ്യോതി ബസു, മുൻ ബംഗാൾ മുഖ്യമന്ത്രി, 1977 മുതൽ 2000 വരെ മുൻ ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു. പ്രണബ് കുമാർ മുഖർജി, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന പ്രണബ് കുമാർ മുഖർജി. ഇവരൊക്കെ ജനിച്ച സ്ഥലം പശ്ചിമ ബംഗാളാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയെക്കുറിച്ചെടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് കുംഭ് സ്റ്റേഷൻ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഭാഗമായ കുംഭ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ടോയ് ട്രെയിൻ നിലവിൽ വന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ടോയ് ട്രെയിൻ നിലവിൽ വന്നത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1999. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1999. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗ് ആണ്. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗ് ആണ്. ഇന്ത്യൻ മൗണ്ടനിയറിംഗ് ഫൗണ്ടേഷൻ ഡൽഹിയാണ്. ഇന്ത്യൻ ഫൗണ്ടേഷൻ മൗണ്ടനിയറിംഗ് ഡൽഹിയിലും ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗിലുമാണ്. ഇന്ത്യൻ മൗണ്ടനിയറിംഗ് ഫൗണ്ടേഷൻ ഡൽഹി, ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗ്. കന്യാശ്രീ പ്രകൽപ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കന്യാശ്രീ പ്രകൽപ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഗുർഗാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ്. ഗുർഗാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഡാർജിലിംഗ് ആണ് സ്ഥലം. അടുത്തിടെ ഔദ്യോഗിക കത്തിടപാടുകൾക്കും രേഖകളിലും പതിക്കാൻ ഔദ്യോഗിക മുദ്ര രൂപവത്കരിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അടുത്തിടെ ഔദ്യോഗിക കത്തിടപാടുകളിലും രേഖകളിലും പതിക്കാൻ ഔദ്യോഗിക മുദ്ര രൂപവത്കരിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നമ്മൾ പശ്ചിമ ബംഗാളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസങ്ങൾ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം.